ഹാൻസ് ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം കൊല്ലപ്പെട്ട പെൺസുഹൃത്ത് ഫർസാന ആണെന്ന് തന്നെ ഉള്ള നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം ഫർസാനയുടെ മാതാപിതാക്കൾ ഈ വിവരം കൺഫേം ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരം ഈ പെൺകുട്ടി 3 മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം അഫാൻ്റെ കൂടെ ഈ വീട്ടിലെത്തുന്നു. അതിനുശേഷമാണ് ഈ 3 മണിക്കും 6:15 ഇടയിലുള്ള സമയത്താണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം ഈ വീടിനകത്ത് വെച്ച് നടന്നിരിക്കുന്നതെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ പെൺകുട്ടി മരണപ്പെട്ടതിന് ശേഷം 6:15 ഇവിടെ അടുത്തുള്ള നാട്ടുകാരാണെങ്കിലും പോലീസാണെങ്കിലും ഈ വിവരം അറിയുന്നത്. ഇതിനെ തുടർന്ന് പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇങ്ങോട്ട് എത്തിച്ചേർന്നത്. ലക്ഷ്മി, ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റ് നടപടികൾക്കായി ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരിപ്പോൾ ഇങ്ങോട്ട് വരികയാണ്. ആരാട്ടത് ലക്ഷ്മി, ഇപ്പോൾ പോലീസിൻ്റെ എന്തായാലും നടപടികൾ പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ പൊതുപ്രവർത്തകർ, പ്രധാനമായും പൊതുപ്രവർത്തകർ നൽകുന്ന വിവരങ്ങളാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഈ കുട്ടിയുടേത് കൺഫേം ആണ്. അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 3:30 മണിക്ക് ശേഷമാണ് ആ കുട്ടി അവിടുന്ന് പോയി എന്നുള്ളതാണ് വിവരം വന്നിട്ടുള്ളത്. കുട്ടി തനിച്ചു പോയെന്നാണോ പറയുന്നത്? അതെ 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 3:30 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അത് വേറെ ഒരു സംശയം ഉണ്ടാകേണ്ട സാഹചര്യമില്ല. എന്താണ് വീട്ടിൽ പറഞ്ഞിട്ട് പോയി എന്നുള്ളത് ഞാൻ പിതാവിനോട് ചോദിച്ചില്ല. കാരണം ഈ മാനസികാവസ്ഥയിൽ നമ്മൾ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. കുറച്ച് കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എടുത്ത് പറഞ്ഞു തരാം. വളരെ ക്രിട്ടിക്കലാണ്, വളരെ സീരിയസ് ആണ്. തിരിച്ച് ജീവിതത്തിലേക്ക് വരുമെന്നുള്ള ഉറപ്പില്ല എന്നാണ് ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ പോയിരുന്നു, മെഡിക്കൽ കോളേജിൽ പോയിരുന്നു. ഞാനോടും ഗോകുലം മെഡിക്കൽ കോളേജിൽ പോയി കണ്ടപ്പോൾ വളരെ മോശം അവസ്ഥയാണ്, അബോധാവസ്ഥയിലാണ് അവർ. അതാണ് അവസ്ഥ. ഇന്ന് 3:30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 3:30. ഇദ്ദേഹം പറയുന്ന പോലെ തന്നെയാണ് അഫാൻ്റെ സുഹൃത്തുമായി അദ്ദേഹത്തിന് ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് അഫാനെ കാണാനെന്നുള്ള രീതിയിൽ പെൺകുട്ടി 3 മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഒറ്റയ്ക്ക് ഇറങ്ങിയെന്നാണ് ഇപ്പോൾ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ജിനു നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയതിന് ശേഷം ഈ 3 മണിക്കും 6 മണിക്കും ഇടയിലാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസാണ് ഈ വിവരം ആദ്യം അറിയുന്നത്. ഈ പ്രദേശത്ത് അപ്പുറം എല്ലാം വീടുകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ക്രൂരകൃത്യം ഇവിടെ നടന്നത് ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ഈ പ്രതി ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എലിവിഷം കഴിക്കുകയും അതിനോടൊപ്പം തന്നെ വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നിട്ടതിന് ശേഷം വീടിന് പുറത്തേക്ക് ഇറങ്ങി വീടിന് ചുറ്റുമുള്ള വാതിലുകളെല്ലാം തന്നെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തതിന് ശേഷം, ഗേറ്റ് അടക്കം ലോക്ക് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയും എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കാണുന്നു. സുഹൃത്തിനോട് സംസാരിക്കുന്നു. സുഹൃത്ത് ചോദിക്കുന്നു, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം യാതൊരു വിധത്തിലുള്ള ഭാവവ്യത്യാസവുമില്ലാതെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്, ഞാനൊരു 3-4 പേരെ കൊന്നു, അതിലൊന്ന് ഒപ്പിട്ടിട്ട് വരാം എന്ന് വളരെ ലാഘവത്തോടെ പറയുകയും പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. ആ സമയത്തെല്ലാം സുഹൃത്തടക്കം വിചാരിച്ചത് ഇവൻ എന്താണ് പറ്റിയതെന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ് സുഹൃത്തിൻ്റെ മനസ്സിലും ഉരുത്തിരിഞ്ഞത്. നീ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, എന്താണ് നീ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ സുഹൃത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം മറുപടിയായിട്ട് ഞാൻ 3-4 പേരെ കൊന്നു, ഞാനത് പറയാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെന്നുള്ള മറുപടിയാണ് അഫാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസിനോട് ഇദ്ദേഹം പ്രതിയായിട്ടുള്ള അഫാൻ 6 പേരെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യവും പറയുന്നു. ആ സാഹചര്യത്തിലാണ് പോലീസ് പ്രതിയുടെ മൊഴി സ്വീകരിച്ചുകൊണ്ട് പോലീസിൻ്റെ സംഘം ഈ വീട്ടിലേക്ക് വരുന്നത്. പോലീസ് ഇവിടെ എത്തിയതിന് ശേഷമാണ് എന്താണ് പോലീസ് വാഹനം ഈ വീടിനുള്ളിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഈ വഴിയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള സ്വാഭാവിക ചോദ്യം പ്രദേശവാസികളുടെ ഉള്ളിൽ ഉയരുന്നു. പ്രദേശവാസികളും ഇതിനോടൊപ്പം തന്നെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോഴാണ് ഇവരുടെ പ്രധാന മുറിയിൽ അമ്മയും സഹോദരനും മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. അവർ രണ്ടുപേരും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവരുടെ രണ്ടുപേരുടെയും മുഖത്ത് വലിയ പാടുകളുണ്ടായിരുന്നു. പരിക്കേൽപ്പിച്ച പാടായിട്ട് തന്നെയാണ് ബന്ധുക്കളും പോലീസും പ്രാഥമികമായി പറയുന്നത്. പക്ഷേ അതിനുശേഷം ഇവർ അകത്തേക്ക് കയറുന്നു. അതിനിടയിൽ തന്നെയാണ് ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട കാര്യം പ്രദേശവാസികളടക്കം മനസ്സിലാക്കുന്നത്. അതവർ ഓഫ് ചെയ്യുകയും പിന്നീടാണ് മറ്റാരെങ്കിലും വീട്ടിലുണ്ടോ, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ പ്രതി പറഞ്ഞതുപോലെ കൊലപാതകം നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയിലേക്ക് പോലീസ് അടക്കമുള്ള സംഘം കടക്കുന്നത്. അതിനുശേഷം അമ്മയുടെയും സഹോദരൻ്റെയും മൃതശരീരം കണ്ടെത്തിയതിനു ശേഷം ബോഡികൾ കണ്ടെത്തിയാണ്. പിന്നെ ഉമ്മയും വാപ്പയും ഉണ്ട്. അതിന് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു കുടുംബമാണ്.
അവരും ഇങ്ങനത്തെ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു? അവരറിയാൻ വഴിയില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാര്യം അവർ വളരെ അച്ചടക്കത്തോടുകൂടിയൊക്കെ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഇപ്പോൾ അവിടെ ചെന്നപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരിതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരോട് സംസാരിച്ചിരുന്നു വീട്ടുകാർ? ഞാൻ ഈ മരണം അവരറിഞ്ഞിട്ടില്ല. ഞാൻ അല്ലാതെ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കുട്ടിക്ക് ഒരു അപകടം പറ്റിയെന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോഴാണ് അപ്പോൾ അങ്ങനെ സംസാരിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഈ മരണം നടന്നത് പിതാവിനെ ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. വലിയ ചുറ്റുപാടൊക്കെയുള്ള കുടുംബമാണോ? സാധാരണപ്പെട്ട മിഡിൽ ക്ലാസ് കുടുംബം. അദ്ദേഹം ഈ കുട്ടിയുടെ പിതാവ് അവിടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. പിന്നെ വേറെ ഒരു മിഡിൽ ക്ലാസ് കുടുംബമാണ്. അങ്ങനെ വലിയ സുധീർന്നല്ല. അതെ അതെ ശരി. തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് ക്രൂര കൊലപാതകം നടന്നിരിക്കുന്നത്. വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഫാന്റെ പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തി. ഇപ്പോൾ അവരുടെ വീട്ടിനടുത്തുള്ള ഒരാളാണ് നമ്മളോട് സംസാരിച്ചത്. ഹാൻസ്, പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രതിയുടെ വീട്ടിലുള്ള എല്ലാവരെയും കൊലപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമാണ് അയാൾ നടത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് എവിടെയാണ് ഉള്ളത്, അച്ഛൻ എവിടെയാണ് ഉള്ളത്, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ലക്ഷ്മി, നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കുടുംബത്തിൽ 4 പേരാണുള്ളത്. പിതാവ് അബ്ദുൾ റഹീം, അമ്മ ഷെമി, മക്കളായിട്ടുള്ള അഫാൻ, അഹസാൻ. ഇത് 4 പേരും അടങ്ങുന്നതാണ് ഈ കുടുംബം. ഇതിൽ പിതാവ് അബ്ദുൾ റഹീം കുറേ വർഷങ്ങളായി ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഗൾഫിൽ സ്വന്തമായി ഒരു കടയുണ്ട്. ആ ബിസിനസ് നോക്കി നടത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷേ ഏതാനും കുറച്ച് നാളുകൾക്ക് മുമ്പ് കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ ഈ ഷെമിയെയും മറ്റ് 2 മക്കളെയും വിദേശത്തേക്ക് കൊണ്ടുപോയിരുന്നു, വിസിറ്റിങ്ങിനായി വിദേശത്തേക്ക് കൊണ്ടുപോയിരുന്നു. അതിനുശേഷമാണ് ഇവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവിടെ തിരിച്ചെത്തിയിട്ടുള്ളൂ. അതിന് കഴിഞ്ഞ് ഈ യുവാവ് അഫാൻ BA പഠിച്ച വ്യക്തിയെന്നാണ് ഇപ്പോൾ പ്രദേശവാസികളടക്കം പറയുന്നത്. BA ഡിഗ്രി പൂർത്തീകരിച്ച വ്യക്തിയാണ്. അതിനുശേഷം ചില ജോലികളെല്ലാം ചെയ്യാൻ ശ്രമിച്ചിരുന്നു, ജോലിക്കൊക്കെ പോകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് കാര്യമായ രീതിയിലൊന്നും മുന്നോട്ട് പോയില്ല. പിന്നീട് വളരെ കുറച്ച് നാളായി ഇപ്പോൾ വീട്ടിൽ തന്നെ തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു പ്രണയബന്ധം എപ്പോഴാണ് തുടങ്ങിയത് എന്നതിലും വ്യക്തതയില്ല. കാരണം ഇപ്പോൾ പ്രദേശവാസികളടക്കം പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫർസാനയുമൊപ്പം അഫാനെ കണ്ടിരുന്നു, പ്രദേശത്തെല്ലാം കണ്ടിരുന്നു എന്ന് പറയുന്നു. പക്ഷേ പലതരത്തിലുള്ള നിഗമനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായും ആദ്യം പ്രതി പോലീസിനോട് പറഞ്ഞത് തനിക്ക് സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായിരുന്നു, സാമ്പത്തിക പരാധീനതകൾ കാരണമാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം ചെയ്തത് എന്ന് പറയുന്നു. അതിനുശേഷം വരുന്ന മൊഴി അതിൽ നിന്ന് വളരെ വൈരുദ്ധ്യമുള്ളതാണ്. കാരണം തങ്ങളുടെ പ്രണയബന്ധം അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകത്തിലേക്ക് താൻ കടന്നത് എന്നുള്ള ഒരു വിവരം കൂടിയാണ് പ്രതി പോലീസിനോട് പങ്കുവച്ചത്. പക്ഷേ അർജുനിലേക്ക് പോവുകയാണ്. അർജുൻ ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഉമ്മ ചികിത്സയിൽ കഴിയുന്നത്, അഫാന്റെ ഉമ്മ ചികിത്സയിൽ കഴിയുന്നത് അവിടെയാണ്. അർജുൻ, എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ നമുക്കിപ്പോൾ? ലക്ഷ്മി, ഈ പെൺകുട്ടിയുടെ അയൽവാസി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെയാണ്. ഒരു 150 മിനിറ്റ് അകലെയാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. ഞാൻ കുറച്ചെല്ലാം പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ന്യൂസിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ വീടാണെന്ന് അറിയുന്നില്ല. ആ വീടിൻ്റെ മാതാവിനെ കാണുമ്പോൾ ഇന്നും ആ കുട്ടിയുടെ മാതാവിനെ അറിയുന്നില്ല, സ്വന്തം മകളാണ് മരിച്ചതെന്ന്, എന്തൊരു അപകടം നടന്നിട്ടുണ്ട് എന്ന് മാത്രമേ അറിയുന്നുള്ളൂ ആ കുട്ടിയുടെ മാതാവ്. അപ്പോൾ അവിടെ പോയിട്ട് ആ കുട്ടിയുടെ മാതാവിനെ കണ്ടിട്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പോൾ അവർക്ക് അറിയായിരുന്നോ മകള് തന്നെയാണ്? എന്തോ ഒരു അപകടം നടന്നു, അതിനപ്പുറത്തോട്ട് അവർക്കൊന്നും അറിയില്ല. പക്ഷേ ഞാനിവിടെ നിന്ന് കാണുമ്പോൾ എന്തോ ഒരു മാരകമായ ആയുധം കൊണ്ട് ഇവിടെ എല്ലാം കുഴിഞ്ഞ് നെറ്റി ഫുള്ള് കുഴിഞ്ഞിട്ട് ആ ബോഡി കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഒരു വല്ലാത്തൊരു ഭയാനകമായ ഇവിടെ എല്ലാം കുഴിഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു ഭയാനക, ആരും പേടിച്ചു പോകുന്ന ആ കുട്ടിയുടെ റിയൽ ഫോട്ടോയും ഇതിവിടെ കാണുമ്പോൾ വല്ലാത്തൊരു ആയുധം കൊണ്ട് എന്തോ അടിച്ച്, അതായത് എന്ത് പറയാ, ഒരു എന്തോ കൊണ്ട് അടിച്ച് ഇവിടെ നല്ലൊരു കുഴി വന്നിട്ടുണ്ട് ഈ നെറ്റിയിൽ.
അങ്ങനെ വല്ലാത്തൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അത് എൻ്റെ ഏരിയയുടെ തൊട്ടടുത്താണ്, ഞാൻ അറിയുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഈ ന്യൂസ് കേട്ടാണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞ് ഈ പെൺകുട്ടി പോയത് നമ്മളെ വീടിന് അകലെയാണ്, നമ്മളെ വീടിന് തൊട്ടടുത്താണ് ഈ കുട്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത്. അവിടെയാണ് അവിടെ കുടുംബം. അവിടെ പോയി മാതാവിനെ കണ്ടു. പിന്നെ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ വരുന്നു. അവരെ കാണുമ്പോൾ ഈ ബോഡിക്ക് ഞാൻ കയറി വാർത്ത അറിഞ്ഞിട്ട് ഈ കുട്ടിയുടെ അമ്മയുടെ അടുത്തേക്കാണ് പോയത്. മാത്രമാണ് വരുന്നത്. ഈ വാർത്ത അമ്മയുടെ അടുത്തേക്കാണ് പോയത്. കുട്ടിയുടെ ഈ ഉമ്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്. അവർ കരയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോഴും കുട്ടി മരിച്ചെന്ന് ഇപ്പോഴും അവർക്ക് അറിയില്ല. പക്ഷേ ഈ ബോഡി കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ക്രൂരത, അതായത് എന്തോ ഒരു സാധനം വെച്ച് അടിച്ച് ഒരു വലിയൊരു ഹോളാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അതെല്ലാം ഇനി പോലീസ് കണ്ടെത്തണം. എന്താണ് ആയുധം, എന്താണെന്നെല്ലാം അതെല്ലാം പോലീസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പ്രതിയായിട്ടുള്ള ആളെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്? ഇല്ല. കാരണം ഞാൻ കുറേ കാലം ഞാൻ പുറത്തായിരുന്നു. ഞാൻ പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അബുദാബിയിലൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു ആയുധം കൊണ്ട് മുറിച്ചിരിക്കുന്നു. പക്ഷേ വളരെ ദയനീയമായ കാഴ്ചയായിരുന്നു ഇന്ന് കണ്ടത്. അത് ഇനി പറയാതെ വയ്യ. ആ കുട്ടിയുടെ അമ്മയെ കണ്ടു. ഇനി എങ്ങനെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കും എന്ന് നമുക്ക് പോലും അറിയില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന നിങ്ങളൊക്കെ ചേർന്നിട്ടാണ് അവിടെ നിന്ന്? നിങ്ങൾ അവിടേക്ക് എത്തിയിട്ടില്ല? അവിടെ വെച്ചല്ല, നമ്മളെ ഏരിയയിൽ വെച്ചല്ല ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് നമ്മൾ അവിടെ വെച്ചല്ല നടക്കുന്നത്. ഈ കുട്ടി ഇന്നോ അവരുടെ തന്നെ പോയിട്ട് അങ്ങനെ സംഭവിക്കും. നമ്മളെ ഏരിയയിൽ വെച്ചല്ല നടക്കുന്നത്. എപ്പോഴാണ് പോയത്? അങ്ങനത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ കുട്ടി അവിടെ എല്ലാവരും വരുന്നതും പോകുന്നതും കുട്ടിയെക്കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇനി പോലീസ് തന്നെ കണ്ടെത്തണം. അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. കുട്ടി PGക്ക് പഠിക്കുകയായിരുന്നല്ലേ? കുട്ടി PGക്ക് പഠിക്കുകയെന്നാണ് നമ്മുടെ മെമ്പറും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. കുട്ടി PGക്ക് പഠിക്കുകയാണ്. പിന്നെ എല്ലാവരും അറിയുന്ന കുട്ടിയാണ്, തൊട്ടടുത്താണ് എല്ലാവരും താമസിക്കുന്നത്. നിങ്ങളോടൊക്കെ നല്ല രീതിക്ക് ഇടപെടുന്ന കുട്ടിയായിരുന്നു? ഇല്ല, ഞാൻ പുറത്തായതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ നോളജ് ഒന്നും എനിക്കില്ല. കാരണം വീട്ടുകാരൊക്കെ ഇങ്ങനെ സാധാരണ ചുറ്റുപാടൊക്കെ സാധാരണ ആൾക്കാരാണ്. പക്ഷേ എല്ലാവരും സാധാരണ ആൾക്കാരാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് നമുക്കൊന്നും. കുട്ടിയുടെ വീട്ടിൽ വേറെ ആരൊക്കെയാണ് ഉള്ളത്? കുട്ടിയുടെ ഉമ്മ അവിടെ ഉണ്ട്. ഞാൻ ഉമ്മയെ പോയി കണ്ട വ്യക്തിയാണ്. ഉമ്മയെ പോയി കണ്ടിട്ട് ഇന്നവർക്ക് അറിയില്ല ഈ സംഭവം നടന്നിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി പോലീസ് കണ്ടെത്തട്ടെ. എന്താണ് ഇതിനുള്ള എന്താണ് ഇയാളിങ്ങനെ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങൾ. പരിസരത്തൊന്നും ഈ പ്രതിയെ കണ്ടിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ വന്നിട്ട് ഇപ്പോൾ 2-3 മാസമേ ആയിട്ടുള്ളൂ. നാട്ടിൽ വന്നിട്ട് ഞാൻ പുറത്താണ്. ഞാൻ 2-3 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ വണ്ടിക്കാർ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. കണ്ടിട്ടുണ്ട് ഈ പ്രതിയെ. അത്രേ ഉള്ളൂ. എന്തായാലും ഇതിനെക്കുറിച്ച് നല്ലൊരു അന്വേഷണം നടന്നിട്ട് ഈ പ്രതിക്ക് വേണ്ട ശിക്ഷ കൊടുക്കണം എന്ന് മാത്രമാണ്. വളരെ ക്രൂരമായി പോയി. അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. കാരണം ആ ബോഡി കണ്ടതിനപ്പുറം സഹിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അത്രേ ഉള്ളൂ. ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഇനി ആർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ലക്ഷ്മി, ഏറെ വേദനാജനകമായി തന്നെയാണ് അവരുടെ അയൽവാസികളൊക്കെ അത് വിവരിക്കുന്നത്. അത്രയും മൃഗീയമായ തരത്തിൽ ആണ് ഈ കൊല നടന്നതെന്നാണ് അയൽവാസി. അദ്ദേഹം അത് കണ്ടു എന്നാണ് പറയുന്നത്. തൊട്ടു മുൻപ് ഈ സംഭവം അറിയുന്ന സമയത്ത് തന്നെ ഈ പെൺകുട്ടിയുടെ ഉമ്മയുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഒരു അപകടം നടന്നു എന്ന് മാത്രമാണ് ഉമ്മ അറിഞ്ഞിരുന്നത്. ഏതെങ്കിലും തരത്തിൽ അത് ജീവ അപായം ഉണ്ടാകുന്ന തരത്തിലേക്ക് എത്തിയെന്ന് അമ്മ വിചാരിച്ചിരുന്നില്ല. പിന്നീട് ഈ മൃതദേഹം കണ്ടപ്പോഴാണ് അത്ര ക്രൂരമായിട്ടാണ്, അത്ര മൃഗീയമായിട്ടാണ് ആ കൊലപാതകം നടന്നതെന്ന് ഈ അയൽവാസി തിരിച്ചറിഞ്ഞത്. അതിന് എന്താണ് പ്രകോപനം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്കറിയില്ല. വളരെ തീർച്ചയായും ആ അയൽവാസിയുടെ വാക്കുകൾ അത് വല്ലാത്ത ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ആ കുട്ടിയുടെ മുഖത്ത്, നെറ്റിയിൽ അത്ര വലിയ ഒരു കുഴി പോലെ ഒരു വലിയ മുറിവാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയൊക്കെ കൊലപ്പെടുത്താൻ എന്ത് പ്രകോപനമാണ് ഉണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെയാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. ആ പെൺകുട്ടിയോടൊക്കെ ഈ തരത്തിൽ ക്രൂരത ചെയ്യാൻ എങ്ങനെ അയാൾക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ്. ഇത്രയും പേരെ കൊലപ്പെടുത്തുന്നു. അതിൽ ഇളയ അനുജനെ പോലും വെറുതെ വിടുന്നില്ല. ആ കുട്ടിക്ക് അവൻ്റെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തി വാങ്ങിക്കൊടുത്തതിന് ശേഷം കൊണ്ടുവന്ന് കൊലപ്പെടുത്തുന്നു. അച്ഛൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തുന്നു. ഇങ്ങനെ വളരെ വളരെ ക്രൂരമായ ഒരു കൊലപാതകം. ഒരുപക്ഷെ നമ്മൾ കേരളത്തിൽ കൂട്ടക്കൊലപാതകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ തരത്തിൽ ഒരാൾ രാവിലെ മുതൽ കൊലപാതകം ചെയ്യാൻ തുടങ്ങിയതാണ്. അയാൾ സീരിയൽ കൊല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, സിനിമകളിലും വെബ് സീരീസിലുമൊക്കെ. ഏതാണ്ട് അതിന് സമാനമായ തരത്തിലാണ് ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. അതും തലസ്ഥാന
ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് ഈ ക്രൂര കൊലപാതകം നടന്നിരിക്കുന്നത്. ഈ പ്രതി അഫാനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അയാൾ പോലീസിനോട് കീഴടങ്ങുമ്പോൾ അയാളും വിഷം കഴിച്ചിട്ടുണ്ട്, എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതൊരുപക്ഷെ ശ്രദ്ധ മാറ്റാനോ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനോ ഒക്കെയുള്ള തന്ത്രമാകാം. അതിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനറിയില്ല. കൂടുതൽ പോലീസാണ് ആ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത്.